നമ്മുടെ നോമിനേഷൻ ക്യാപ്റ്റൻസി നോമിനേഷൻ കഴിഞ്ഞ ശേഷം നമ്മുടെ ജാൻ മണി പറഞ്ഞൊരു പ്രശ്നത്തിൻ്റെ തുടക്കമാണ് ഇന്നലെ നമ്മൾ കണ്ട പ്രൊമോയിൽ ആ വഴക്ക്. അതായത് ജാൻമണി പറയുന്നത് ഇവിടെ കമ്മ്യൂണിക്കെതിരായിട്ട് ഇവിടെ ഒരാൾ ഒരു നമ്പർ പറഞ്ഞു എന്ന് പറയുന്നത്. അത് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അത് വളരെ മോശമായ കാര്യമാണ്. ഒരുപാട് സഫർ ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് ഈ ഒരു നിലയിൽ എത്തിയിരിക്കുന്നത്. വീണ്ടും ഞങ്ങളെ ടോർച്ചർ ചെയ്യരുതെന്ന രീതിയിലൊക്കെ നമ്മൾ ജാൻമണി പറയുന്നുണ്ട്. ആരാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ വീണ്ടും ഇത് ആവർത്തിക്കരുത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പേര് പറയാൻ തയ്യാറല്ല. അപ്പോൾ ജാസ്മിനും നോറയും പിന്നെ കുറച്ച് പേരൊക്കെ പറഞ്ഞു ഇല്ല പറയണം, അത് ആരെന്ന് അറിയണം എന്ന് പറയും. അപ്പോൾ അത് പറയാൻ അവർ തയ്യാറല്ല. എന്നാൽ പിന്നെ പറയാണ്ടിരുന്നാൽ പോരെ? ഇത് പറയാൻ തയ്യാറല്ലെങ്കിൽ മൊത്തത്തിൽ പറയാണ്ടിരുന്നാൽ പോരെ? ഓക്കെ, ജാൻമണി അത് പറഞ്ഞു. പിന്നെ അത് അറിയണമെന്ന് മറ്റുള്ളവർക്ക് വാശിയുമായി. അതിൻ്റെ പേരിൽ പിന്നെ പവർ ടീമാർ പറഞ്ഞു ഇത് അവിടെ പറയുന്നില്ല എന്ന രീതിയിലായി. പിന്നെ നമ്മുടെ ജാസ്മിനും സിബിനും തമ്മിൽ വാക്കുവാദമായി. അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു വഴക്കിൽ സിബിന് ആ ഒരു പ്രഷർ താങ്ങാൻ വയ്യാതെ കൈ കൊണ്ട് മിഡിൽ ഫിംഗർ കാണിച്ചു. അപ്പം അത് തെറ്റല്ലേ? അപ്പം ഇത്രയും പ്രഷർ ജാസ്മിൻ മാത്രം ചോദിച്ചപ്പോൾ ആ ഒരു പ്രഷർ താങ്ങാൻ സാധിക്കാതെ ഇത്രയും ദേഷ്യം വന്ന് മിഡിൽ ഫിംഗർ കാണിച്ച ആൾക്ക് കൂട്ടത്തോട് ജാസ്മിനെ ഫോക്കസ് ചെയ്ത് ജാസ്മിനെ എല്ലാവരും കൂടെ ടാർഗറ്റ് ചെയ്യുമ്പോൾ ജാസ്മിൻ ആ സമയത്ത് പറയുന്ന ഓരോ വാക്കുകളും ഓരോ ആക്ഷൻസ് എടുത്ത് വീണ്ടും 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 ടാർഗറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ജാസ്മിൻ ഉണ്ടാകുന്ന പ്രഷർ എത്രമാത്രമായിരിക്കും? ഇവിടെ ജാസ്മിൻ മാത്രമാണ് സിബിനോട് ചോദ്യം ചെയ്യുന്നത്. ആ ഒരു ഒറ്റ ചോദ്യം പോലും താങ്ങാനുള്ള ഗട്ട്സ് സിബിന് ഉണ്ടാവുന്നില്ല. ആ ഒരു പ്രഷറിൽ കാണിച്ചു പോയതാണെന്ന്. പക്ഷെ ആദ്യം എന്നിട്ട് ഏൽക്കുന്നില്ല കേട്ടോ. പക്ഷെ പിന്നീട് മനസ്സിലായി ക്യാമറയുണ്ട്, ഇത്ര ആൾക്കാരുണ്ട്, മാത്രമല്ല അഭി പറയുന്നത് ഞാൻ കണ്ടു കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ മുട്ടുമടക്കി. പിന്നെ പറയുന്നത് ഞാൻ ക്ഷമ. ഇവരുടെയൊക്കെ ഒരു ന്യായമാണല്ലോ, തോന്നുന്നു എന്തും വിളിച്ച് പറഞ്ഞിട്ട് ക്ഷമ പറയുമ്പോൾ പുറത്ത് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ഫാൻസ് അതിനെയൊക്കെ വളച്ചൊടിക്കും. അതായത് അയാൾ ക്ഷമ പറഞ്ഞില്ലേ, പിന്നെ അത് ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തോന്നുന്ന എന്തും പറഞ്ഞിട്ട് ക്ഷമ ചോദിക്കുന്നതല്ല ഹീറോയിസം. തനിക്ക് വരുന്ന പ്രഷർ കൺട്രോൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് അവർ ടാർഗറ്റ് ചെയ്യണം. അവർക്കായിട്ട് പറയാനുള്ള കാര്യങ്ങൾ വ്യക്തമാക്കി മുഖത്ത് നോക്കി പറയുകയും ചെയ്യണം. എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഒരിക്കലും ഒരു ബാഡ് ഉണ്ടാകാനും പാടില്ല. വന്ന് കയറിയപ്പോൾ സിബിൻ പറഞ്ഞു ഞാൻ ബാഡ് വേർഡ്സ് ഉപയോഗിക്കില്ല, ഞാൻ ബാഡായിട്ട് ആരുടെ ഒരു കാര്യം ചെയ്യില്ല, എനിക്ക് ഫണ്ണാണ് ഇഷ്ടം, മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കയറി വന്ന ആളാണ്. ഇപ്പോൾ ഓരോ നിമിഷവും സിബിൻ്റെ തനി സ്വഭാവം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ അടിയുടെയും ബഹളത്തിൻ്റെയും ഒക്കെ ഇടയ്ക്ക് ഇവരെല്ലാം സഭ പിരിഞ്ഞ് പോകുമ്പോൾ ബിഗ് ബോസ് വീണ്ടും ഇവരെ വിളിച്ച് കൂട്ടുകയും ഇങ്ങനത്തെ കാര്യം സംസാരിക്കാൻ പാടില്ലെന്ന് വാൺ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കാര്യം ഇതൊരു കമ്മ്യൂണിറ്റിയെക്കുറിച്ച് പറയുന്ന കാര്യമാണ്, ഇത് ആ ഷോയ്ക്ക് എതിരായിട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ അതങ്ങനെ പറയാൻ പാടില്ല. ഇത് പല പ്രാവശ്യം ലാലേട്ടം വന്നും പറഞ്ഞിട്ട് പോലും ഈ ഒരു ടോപ്പിക്ക് ഇത് എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് പോലും ഇവിടെ ജാൻമണി എടുത്ത് പറഞ്ഞു. ജാൻമണിക്ക് വേണമെങ്കിൽ ലാലേട്ടനോട് പറയാമായിരുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ബിഗ് ബോസിനോട് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെയാണല്ലോ ഇത് പറഞ്ഞത്. ഇപ്പോൾ ഇതുപോലെ തന്നെ ജാൻമണി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ജാസ്മിനോ ഗബ്രിയോ നോറയോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ആയിരുന്നു പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ട് ആളുടെ പേര് പറയുന്നില്ല എന്നും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയേനെ. ഇപ്പോൾ അവരെ പവർ ടീമിൽ നിന്ന് ഒരാൾ പറഞ്ഞത് കൊണ്ട് അത് അവിടെ വലിയ വിഷയമാക്കി മാറിയില്ല. എനിക്ക് തോന്നുന്നു മിക്കവാറും സിബിൻ തന്നെ ആയിരിക്കും പറഞ്ഞത്. സിബിൻ തന്നെ ആവാൻ ചാൻസ്. അതുകൊണ്ടായിരിക്കും ജാൻമണിക്ക് അത് പുറത്തേക്ക് പറയാനും മടിക്കുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ജാൻമണി പറയുന്നില്ല? എന്തായാലും സിബിനെ രക്ഷിക്കാൻ വേണ്ടി പവർ ടീമുകാർ സിബിന് പണിഷ്മെൻ്റ് ഒക്കെ കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് പ്രേക്ഷകരെ വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പ്രേക്ഷകർക്കെല്ലാം അറിയാം. പക്ഷേ അന്ധമായിട്ട് ഇപ്പോൾ സിബിൻ ഫാൻസായ കുറേ ആൾക്കാർക്ക് ഇതൊന്നും മനസ്സിലാകില്ല. എന്തായാലും ഇതിനൊക്കെതിരെ ലാലേട്ടൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. നമുക്ക് കണ്ടു തന്നെ അറിയാം ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.